ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ചാടാൻ വേണ്ടി 6 മണിയാവുന്നവരെ ഞാനിങ്ങനെ ടൈം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നല്ല വർക്കായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി പോവാൻ എന്നെ വെയിറ്റ് ചെയ്ത ഒരാൾ താഴെ നിൽക്കുന്നുണ്ടേ. ലിഫ്റ്റ് താഴെ എത്തിയപ്പോഴാണ് ആളെന്നെ കണ്ടത്. കുറേ നേരമായി പാവം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. റോട്ടിൽ മൊത്തം ബ്ലോക്കായിരുന്നു. ഇന്ന് പിണറായി വിജയൻ വരുന്ന കാരണം നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറുക്കഞ്ചേരിയിലുള്ള ടീ കടയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുവിധം ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഏതോ 2-3 കട്ട്ലൈറ്റൊക്കെ വാങ്ങി സെറ്റാക്കി. അപ്പോൾ ഇവിടെ ഏതോ ചിക്കൻ പോക്കറ്റ് പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 തരം കട്ട്ലൈറ്റാണ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ കോലിലൊക്കെ കൂട്ടിയിട്ടുള്ളൊരു കട്ട്ലൈറ്റ് ആയിരുന്നു. ചിക്കനാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടി. പിന്നെ ചായ ആയാലും ചെറിയ ജിഞ്ചറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നൈറ്റ് നല്ല വൈബടിച്ച് ചായ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ടീ കടയിൽ. നല്ലൊരു അറ്റ്മോസ്ഫിയറും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കട്ട്ലൈറ്റും ട്രൈ ചെയ്തു. കട്ട്ലൈറ്റിൻ്റെ പേരൊന്നും എന്താണെന്ന് പറഞ്ഞു തന്നില്ല. അത് കാരണം രൂപം കണ്ടിട്ട് ഞാൻ ഗസ് ചെയ്തതാണ്. ഇത് ബീഫാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേൽപൂരി കഴിക്കാൻ തോന്നി. അങ്ങനെ കണിമംഗലം പാടത്തിൻ്റെ സൈഡിലുള്ളൊരു ബേൽപൂരി കടയിൽ പോയി. അവിടെ ഒരു ബേൽപൂരിക്ക് 30 രൂപയാണ്. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ രണ്ടാൾക്ക് ലാവിഷായിട്ട് കഴിക്കാൻ പറ്റും. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി.